ബാങ്ക് എക്സാംസിന്റെ സിലബസിൽ നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടിയെടുത്താലോ? സോ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ECGCPO. സോ അതിന്റെ ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിട്ടുണ്ട്. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഒരുപാട് നിങ്ങളുടെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പം എന്നാ എക്സാംസിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നറിയോ? ഈ മാസം അല്ലെങ്കിൽ നവംബർ 11-നാണ് ഇതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 2 വരെ കാണും. അതാണ് ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആരും അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു കാര്യമുണ്ട്, നോക്കിക്കോ. ഇതിന് പ്രധാനമായിട്ടും 2 സെലക്ഷൻ പ്രോസസ് ഉള്ളത്. അതായത് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ കാണും, അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ കാണും. ഈ ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എക്സാം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നോർമലി നമ്മുടെ PO എക്സാംസ് ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു ക്ലർക്ക് പോസ്റ്റ് അവിടെ ഒരു പ്രിലിംസും കാണും, അതിനുശേഷം ഒരു മെയിൻസ് എക്സാമിനേഷനും കാണും. ഇവിടെ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരൊറ്റ എക്സാം മാത്രം. അതായത് നമ്മുടെ IDB എക്സാംസ് ഇല്ലേ, IDBA കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് പോലെ തന്നെ ഒറ്റ എക്സാം, അതിനുശേഷം ഇന്റർവ്യൂ. അപ്പോൾ അതിന്റെ എക്സാം പാറ്റേൺ, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതിന്റെ സിലബസ്, ഇതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ECGCPOയുടെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ 2025 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് എവിടെ കണ്ടിട്ടുണ്ട്? RRB ക്ലർക്ക്, RRB POയുടെ മെയിൻസിന്റെ അതേ പാറ്റേൺ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണ്ടേ. നല്ലൊരു വേക്കൻസി ഉണ്ട്, നല്ലൊരു പോസ്റ്റാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. അതുകൊണ്ട് ആരും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാതിരിക്കരുത്. നോക്കിക്കോ, ഇവിടെ റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കമ്പ്യൂട്ടർ, ജനറൽ അവയർനെസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് തന്നെയല്ലേ RRB ക്ലർക്കിന്റെ RRB POയുടെ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ട്. ആകെ ടോട്ടൽ എത്ര മിനിറ്റാ? 140 മിനിറ്റിൽ നമുക്ക് മാക്സിമം 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് 200 മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും എഴുതിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാര്യം നിങ്ങൾ എത്ര നാൾ കൊണ്ട് മെയിൻസിന് വേണ്ടി പഠിക്കുന്നതല്ലേ, RRB ക്ലർക്കിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അല്ലേ. ഇവിടെ ആകെയുള്ളൊരു പ്രത്യേകത, ഇവിടെ എന്തുണ്ട്? സെക്ഷണൽ ടൈമിംഗ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷമാണെങ്കിൽ RRB ക്ലർക്കിനും RRB POയ്ക്കും മെയിൻസിന് സെക്ഷണൽ ടൈമിംഗും കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിങ്ങൾ അതെന്തായി, അഡ്ജസ്റ്റ് ആയി. അതുകൊണ്ട് ഈ ഒരു എക്സാമും തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ആരുണ്ട്? ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അപ്പം നോക്കിക്കേ, ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഇവിടെ എസ്സേ റൈറ്റിംഗും പ്രിസൈസ് റൈറ്റിംഗും ഉണ്ട്. എസ്സേ ആണെങ്കിൽ 2 ഓപ്ഷൻസ് കാണും. നമുക്ക് 2 ഓപ്ഷൻസ് കാണും. അതിൽ ഏതാണോ നമുക്ക് നല്ലപോലെ അറിയാവുന്നത് അവനെ സെലക്ട് ചെയ്ത് നമ്മളങ്ങ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതാണ് ഇവിടുത്തെ എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം 20 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ പ്രിസൈസ് റൈറ്റിംഗ് ആണല്ലോ, അവിടെയും നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണോ ബെറ്റർ ആയിട്ട് നമുക്ക് കൂടുതൽ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ല പോലെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നല്ല നോളജ് ഉള്ളത്, അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് തുടങ്ങിക്കോണം. അപ്പോൾ അവിടെയും നമുക്ക് കിട്ടും 20 മാർക്ക് കിട്ടും. ടോട്ടൽ നമുക്ക് എത്ര? ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് മാത്രം കിട്ടുന്നത് ടോട്ടൽ നമുക്ക് 40 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാര്യം നല്ലൊരു വെയിറ്റേജ് ഇല്ലേ. അപ്പോൾ ഈ 40 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തൂടെ? അത് മാത്രമല്ല, ഇവിടെ കൂടുതലും വെയിറ്റേജ് നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്. ഇവന്മാർ 3 പേരും നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക എന്ന് പറഞ്ഞ് ബാക്കി റീസണിങ്ങും QAയും വേണമെന്നല്ല. ഇവർ ഈ ഒരു 3-4 സബ് ടോപ്പിക്കിൽ, അതായത് ഡിസ്ക്രിപ്റ്റീവ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് ജനറൽ അവയർനെസ്സിൽ നമുക്കൊരു നല്ലൊരു ഹോൾഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി ഒന്നും പേടിക്കേണ്ടേ, അവിടെ നമ്മൾ സ്കോർ ചെയ്യും. നല്ലൊരു ഓവറോൾ സ്കോർ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ഷൻ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം എക്സാം പാറ്റേണിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവരും ഐഡിയ ആയി. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സിലബസിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓരോ സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഓരോ ടോപ്പ് സെക്ഷൻസിലും. റീസണിംഗ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ലോജിക്കൽ റീസണിംഗ്, സിലോജിസം, ഡേറ്റാ സഫിഷ്യൻസി, ഇൻപുട്ട് ഔട്ട്പുട്ട്, ബാക്കി ടോപ്പിക് ഒക്കെ നോക്കിക്കേ. നമ്മുടെ ബാങ്കിന്റെ അതേ സിലബസ് അല്ലേ. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും നിങ്ങൾ ഇവിടെ നോക്കിക്കേ, അരിത്തമെറ്റിക് ടോപ്പിക്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നെ ഏതൊക്കെയുള്ളത്? നമ്പർ സീരീസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതൊരു സെപ്പറേറ്റ് ടോപ്പിക് കിട്ടുന്നെങ്കിലും അരിത്തമെറ്റിക് ടോപ്പിക്കിൽ വരുന്നതായിരിക്കും. കമ്പാരിസൺ ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെ എവിടെ വരുന്നതാ? നമ്മുടെ സെയിം ബാങ്ക് സിലബസിലല്ലേ. ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. RC ഉണ്ട്, ക്ലോസ് ടെസ്റ്റ്, പാരജമ്പിൾ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഇതെല്ലാം നമ്മുടെ ബാങ്ക് സിലബസ് ആണ്. ബാക്കി കമ്പ്യൂട്ടറും ജനറൽ അവയർനെസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ECGC ആണ്. കാര്യം എന്താ? നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണ്ടേ, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണ്ടേ. അത് മാത്രമാണ് ഇവിടെ എക്സ്ട്രാ വരുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ GAയുടെ അതേ സിലബസ് തന്നെ. കറണ്ട് അഫയേഴ്സ് വരും, സ്റ്റാറ്റിക് GK വരും, അത് മാത്രമല്ല ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ അവയർനെസ്, അങ്ങനത്തെ എല്ലാ ടോപ്പിക്സും വരും. സോ ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, നല്ലൊരു സാലറി പാക്കേജ് വരും, PO പോസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് കരിയർ വൈസ് ആണെങ്കിലും കരിയർ ഗ്രോത്തിനാണെങ്കിലും എല്ലാത്തിനും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും കളയരുത്. എക്സാംസ് എഴുതണം. കാര്യം എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യുന്നത് ബാങ്ക് എക്സാംസിന് വേണ്ടി പഠിച്ചാൽ ഞാൻ ബാങ്ക് എക്സാം മാത്രമേ എഴുതൂ. അതായത് അതിലും സ്പെഷ്യലായിട്ട് കുറച്ച് കേസസ് ഒക്കെ വരും.
SBI ക്ലർക്ക് മാത്രമേ എഴുതൂ, SBI PO മാത്രമേ എഴുതൂ. അങ്ങനെയൊന്നും ചെയ്യരുത്. ബാങ്ക് എക്സാംസിന്റെ കംപ്ലീറ്റ് എക്സാം എഴുതണം. അത് ഇൻഷുറൻസ് എക്സാം എഴുതാം, ബാങ്ക് എക്സാം എഴുതാം, പ്രൈവറ്റ് സെക്ടർ ബാങ്കിന്റെ എക്സാംസ് എഴുതാം. അപ്പോൾ ഒരു സിലബസ്, ഒരുപാട് എക്സാംസ്, അതല്ലേ അതിൽ ഒന്ന് വരുന്നതാണ് ECGC PO എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ആ ഒരു ഡേറ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. ECGC POയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുണ്ട്. സോ അത് മാത്രമല്ല, അത് അപ്ലൈ ചെയ്യേണ്ട ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 നവംബറിനാണ്. അതായത് ഈ മാസം 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, ഡിസംബർ 2-ാം തീയതി വരെ ഉള്ളൂ. അത് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണ്ട. നോർമലി ബാങ്ക് എക്സാം ആണെങ്കിൽ ഒന്നുകൂടെ ഒരു 5-6 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. പക്ഷേ ആ ഒരു രീതിയിൽ നിൽക്കണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, പഠിക്കുക, മോക്ക് ടെസ്റ്റ് എഴുതുക. അപ്പോൾ ECGC POയുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാ സോഴ്സസിലും അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റ് എഴുതുക, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക. RRB ക്ലർക്ക്, RRB POയുടെ മെയിൻസിന്റെ ഒക്കെ അതേ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ലെവലിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. അതായത് ഇതിൽ RRB ക്ലർക്ക് മെയിൻസിനും അതുപോലെ തന്നെ RRB PO മെയിൻസിനും അത് ഹെൽപ്പ് ചെയ്യും. സോ നല്ലപോലെ പഠിക്കുക. എക്സാംസ് ജനുവരിയിൽ തീർച്ചയായിട്ടും കാണും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും എക്സാംസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ദിശ ബാങ്കിങ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാം. അതിന്റെ ലിങ്ക് നമ്മുടെ പിൻ ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.